നമസ്കാരം. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം സജീവമാകുമ്പോൾ പുതിയ ഫോർമുലയൊക്കെ തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. പക്ഷേ രാജ്യസഭാ സീറ്റ് CPIയും CPMും കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. സീറ്റിനായി CPIയും കേരള കോൺഗ്രസ് എമ്മും രംഗത്തെത്തിയ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള പോംവഴിയെക്കുറിച്ചാണ് CPM പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ രാജ്യസഭാംഗത്വ കാലാവധി അവസാനിക്കുന്ന കേരള കോൺഗ്രസ് എം ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിക്ക് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി നൽകുന്നത് ആലോചിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 2027 ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് നൽകാമെന്നുള്ള വാഗ്ദാനം കൂടി CPM ഉറപ്പു നൽകിയേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ മുൻപ് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ക്യാബിനറ്റ് റാങ്കുള്ള പദവിയാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം. ഫലത്തിൽ കേരള കോൺഗ്രസിന് ഒരു ക്യാബിനറ്റ് പദവി കൂടി കിട്ടാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിലവിൽ മന്ത്രിയും ഇടതുമുന്നണിയുടെ വിപ്പും കേരള കോൺഗ്രസ് എമ്മിന് സ്ഥാനമായിട്ട് നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പമാണ് ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ പദവിയിലെ വാഗ്ദാനം എന്ന് പറയപ്പെടുന്നത്. ഇടതുമുന്നണിയിൽ NCPയും RJDയും രാജ്യസഭാ സീറ്റിന് വേണ്ടി സജീവമായി രംഗത്തുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ സാഹചര്യത്തിലാണ് CPM പുതിയ നീക്കം നടത്തുന്നത്. NCPക്കും RJDക്കും ഒരു കാരണവശാലും രാജ്യസഭാ സീറ്റ് നൽകില്ല. നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ ഒഴിവാക്കിയേക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് തന്നെ. അതേസമയം സീറ്റ് കൂടിയേ തീരൂ എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എം. സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ മധ്യ തിരുവിതാംകൂറിൽ പാർട്ടിയുടെ തന്നെ സാധ്യത എന്ന് പറയപ്പെടുന്നത് കൂടുതൽ പരുങ്ങലിലാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ UDFിലേക്ക് തിരികെ പോകണമെന്ന വാദം അത് കേരള കോൺഗ്രസിൽ ചിലപ്പോൾ ഇപ്പോൾ തന്നെ കൂടുതൽ ശക്തമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ തന്നെയാണ് പാർട്ടി നേതാക്കൾ സൂചിപ്പിക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ നിലപാടിനെ തുടർന്നാണ് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടായത് എന്നാണ് ജോസ് കെ മാണി അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ ജോസ് കെ മാണിയെ കൂടെ കൂട്ടാൻ UDF വീണ്ടും ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ. 3 രാജ്യസഭാ സീറ്റുകളിലാണ് ജൂലൈയിൽ ഒഴിവ് വരുന്നത്. ഇതിൽ ഒന്നും നിലവിൽ UDFിനുള്ളത്. 3-ാം ലോക്സഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് മുസ്ലിം ലീഗിന് കോൺഗ്രസ് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് നടക്കില്ല. എന്നാൽ അത് അടുത്ത തവണത്തെ ഒഴിവിനാണ് അനൗദ്യോഗികമായിട്ടുള്ള അത്തരത്തിലൊരു ധാരണ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഒഴിവിൽ കോൺഗ്രസിന് മത്സരിക്കാൻ കഴിയും. നിലവിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും രാജ്യസഭയിൽ ഓരോ അംഗങ്ങൾ വീതം ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത്തവണ നറുക്ക് കോൺഗ്രസിനും അടുത്ത തവണ അത് മുസ്ലിം ലീഗിനും നൽകാനുള്ള ഒരു ധാരണ UDFിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷത്തെ പൊട്ടിത്തെറികൾ പരിശോധിച്ചാകും അന്തിമ തീരുമാനം മുന്നണിക്കുള്ളിലെടുക്കുക. കാരണം ജോസ് കെ മാണിയെയും ബിനോയ് വിശ്വവും ഇളമരം കരീമുമാണ് ജൂലൈ മാസം 1-ാം തീയതി വിരമിക്കുന്നവർ. ഇതിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസ് കെ മാണിക്ക് രാജ്യസഭയിൽ വീണ്ടും പോയേ പറ്റൂ എന്നുള്ള ഒരു നിലപാടിലാണ് പാർട്ടി. CPIയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ബിനോയ് വിശ്വത്തിൻ്റെ ഒഴിവ് CPIയും വിട്ടുകൊടുക്കില്ല. ദേശീയ സാഹചര്യത്തിൽ CPMും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഈ തർക്കം ഇടതുപക്ഷത്ത് പൊട്ടിത്തെറിയാകുമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടികളടക്കം വിലയിരുത്തുന്നുണ്ട്. ലോക്സഭയിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടായാൽ ഈ തർക്കം രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പോലും വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് തീരുമാനത്തിനാകും കോൺഗ്രസ് ശ്രമിക്കുക. ഇത് മനസ്സിലാക്കിയാണ് CPMൻ്റെ ഇടപെടൽ ഇപ്പോൾ നടക്കുന്നത്. കേരള കോൺഗ്രസ് എം ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിയാണ് രാജ്യസഭയിലെ പാർട്ടിയുടെ അംഗമെന്ന് പറയപ്പെടുന്നത്. ഈ പദവിയുമായാണ് കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലേക്ക് വന്നത് തന്നെ. ഇതിനൊപ്പം ലോക്സഭാ MPയും ഇടതുപക്ഷത്തേക്ക് കൂറുമാറുമ്പോൾ കേരള കോൺഗ്രസിനുണ്ടായിരുന്നു അന്ന് ഒരു MP കൂടി. അതുകൊണ്ട് തന്നെ കോട്ടയം ലോക്സഭാ സീറ്റിനൊപ്പം രാജ്യസഭാ സീറ്റും കേരള കോൺഗ്രസിന് മാറ്റിവെക്കാൻ കഴിയില്ല എന്നാണ് ആ പാർട്ടിയുടെ നിലപാടെന്ന് പറയപ്പെടുന്നത്. പിണറായി വിജയനുമായി ജോസ് കെ മാണിക്ക് നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ നിലപാട് അനുകൂലമാകുമെന്നാണ് കേരള കോൺഗ്രസിൻ്റെ പ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത്. ഇതിനിടെയാണ് പുതിയ ചർച്ചകൾ ഉണ്ടാകുന്നത്. ഇളമരം കരീമും ജൂലൈയിൽ കാലാവധി പൂർത്തിയാക്കുന്ന രാജ്യസഭാ അംഗമാണ്. ഈ ഒഴിവിൽ രാജ്യസഭയിലെത്താൻ MA ബേബി അടക്കമുള്ള CPM സഖാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാസും B ശിവദാസനും AA റഹീമുമാണ് CPMൻ്റെ മറ്റ് രാജ്യസഭാ അംഗങ്ങളെന്ന് പറയപ്പെടുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ നിറയാൻ രാജ്യസഭയിൽ നിലവിലുള്ള 4 അംഗങ്ങളെ CPMനും അനിവാര്യതയാണ് എന്നുള്ള വിലയിരുത്തൽ തന്നെ ഉയരുന്നുണ്ട്. ലോക്സഭയിൽ CPMന് സീറ്റ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഇത് ഒരു അനിവാര്യതയാകും. അല്ലെങ്കിലും രാജ്യസഭയിലെങ്കിലും പരമാവധി ശബ്ദമുയർത്തി ദേശീയ ശ്രദ്ധയിൽ നിൽക്കാൻ CPM ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതയാണ് കൂടുതൽ. അതേസമയം ഈ ക്യാബിനറ്റ് റാങ്കുള്ള അധികാരങ്ങളില്ലാത്ത സർക്കാർ പദവി സ്വീകരിച്ച് രാജ്യസഭാ സീറ്റ് വിട്ടു നൽകുന്നതിനുള്ള ഫോർമുല കേരള കോൺഗ്രസ് തള്ളുകയാണ്. പാർട്ടിയുടെ ഏക രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനവും അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പാർട്ടി. മുന്നണിയിലെത്തുമ്പോൾ ഉണ്ടായിരുന്ന പദവി വിട്ടുകൊടുത്ത് മുന്നണിയിൽ തുടരേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ള വിലയിരുത്തലിലാണ് ആ പാർട്ടി.
രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ കേരള കോൺഗ്രസ് എം വിട്ടുവീഴ്ച ചെയ്തേക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സർക്കാരിൽ ക്യാബിനറ്റ് റാങ്കുള്ള പദവി സ്വീകരിച്ച് രാജ്യസഭ വിട്ടു നൽകുന്ന തരത്തിലുള്ള CPM ഫോർമുലകൾ, ആ ഫോർമുലകൾ സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകളൊക്കെ കേരള കോൺഗ്രസ് എം കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞു. രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പാർട്ടിക്കുള്ള ഏക രാജ്യസഭാ സീറ്റ് ബലി കൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനവും അംഗീകരിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എം. കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ ഒരു രാജ്യസഭാ സീറ്റുമായാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. UDF-ലായിരുന്നപ്പോൾ ലഭിച്ച രാജ്യസഭാ സീറ്റ് രാജിവെച്ച അതേ ഒഴിവിലാണ് ജോസ് കെ മാണി വീണ്ടും രാജ്യസഭയിൽ എത്തിയത്. അന്നുണ്ടായിരുന്ന പാർട്ടിയുടെ പദവികൾ, ആ പദവികൾ നഷ്ടപ്പെടുത്തി മുന്നണിയിൽ നിൽക്കേണ്ട സാഹചര്യമോ അവസ്ഥയോ കേരള കോൺഗ്രസിനില്ല എന്നാണ് അവർ പറയുന്നത്. രാജ്യസഭാ സീറ്റ് നൽകിയാൽ രാജ്യസഭാംഗത്വമില്ലാത്ത പാർട്ടിയായി കേരള കോൺഗ്രസ് എം മാറിപ്പോകും. അത് അംഗീകരിക്കാൻ കേരള കോൺഗ്രസ് തയ്യാറാവുകയില്ല. പ്രത്യേകിച്ച് പാർട്ടി ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസ് കെ മാണി വഹിക്കുന്ന പദവിയാണത്. അതുകൂടിയില്ലെങ്കിൽ ജോസ് കെ മാണിക്ക് ഒരു പദവിയും ഇല്ലാതാവും. കേരള കോൺഗ്രസ് എം UDF വിട്ട് ഇടതുമുന്നണിക്ക് പ്രവേശിച്ചതിൻ്റെ രാഷ്ട്രീയ രക്തസാക്ഷിത്വമാണ് ജോസ് കെ മാണിയുടെ പാലായിലെ തോൽവി എന്ന് പറയുന്നത്. ആ തോൽവിക്ക് എല്ലാ അർത്ഥത്തിലും കുടപിടിച്ചത് CPM-ന്റെ പ്രാദേശിക ഘടകമാണ് എന്നുള്ള ആക്ഷേപം അത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കേരള കോൺഗ്രസിൻ്റെ അണികൾക്ക് ഇടയിൽ വർത്തമാനമായുണ്ട്. മാത്രമല്ല, പാലായിൽ ജോസ് കെ മാണി വിരുദ്ധരായിട്ടുള്ള CPM നേതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ചില മുതിർന്ന CPM നേതാക്കൾ അവിടെ സ്വീകരിക്കുന്നതും. ജോസ് കെ മാണിയെ പരസ്യമായി അവഹേളിച്ച നേതാവിനൊപ്പം ജില്ലയിലെ ഏക മന്ത്രിയായിട്ടുള്ള VN വാസവൻ പാലാ ടൗണിൽ ബോട്ട് യാത്ര നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ കേരള കോൺഗ്രസിൻ്റെ നീരസത്തിന് ഇടയാക്കിയിരുന്നു. പാലായിലെ രാഷ്ട്രീയവുമായി കൂടി ബന്ധപ്പെട്ടതാണ് ഈ രാജ്യസഭാ സീറ്റ് എന്ന് പറയപ്പെടുന്നത്. ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടാനിടയായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടും അതിന് നേതൃത്വം നൽകിയ നേതാവിനെ തമസ്കരിക്കുന്ന നിലപാട് മുന്നണിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടാകുന്നു. അപ്പോൾ വീണ്ടും ഇത്തരത്തിൽ വരുമ്പോൾ കേരള കോൺഗ്രസിനെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. ഈ സാഹചര്യത്തിൽ ജോസ് കെ മാണി വഹിക്കുന്ന രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കത്തോടും യോജിക്കേണ്ട സാഹചര്യം അല്ലെങ്കിൽ യോജിക്കേണ്ടതില്ല എന്നുള്ള ഒരു കർശന നിലപാടിലേക്ക് കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് പോകേണ്ടി വരുന്നു. ഒന്നാം പിണറായി സർക്കാരിൽ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ വഹിച്ചിരുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ക്യാബിനറ്റ് പദവിയോടെ കേരള കോൺഗ്രസ് എമ്മിന് നൽകിക്കൊണ്ടുള്ള പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ഫോർമുലയാണ് CPM മുന്നോട്ട് വെച്ചത്. പ്രമുഖ മാധ്യമങ്ങളാണ് ഈ ഫോർമുലകൾ സംബന്ധിച്ചുള്ള വാർത്തകൾ തന്നെ പുറത്തുവിട്ടത്. അതോടെയാണ് കേരള കോൺഗ്രസ് എം ഇപ്പോൾ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ക്യാബിനറ്റ് പദവി സ്വീകരിക്കേണ്ട ആവശ്യമില്ല, രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കേണ്ട ആവശ്യവുമില്ല, ഉറച്ചു തന്നെ നിൽക്കുകയാണ് ജോസ് കെ മാണി.